ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രുതി രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേവു വർക്ക് ചെയ്യുന്ന മെറ്റർനിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന എന്നുള്ള കാര്യം രേവതി മനസ്സിലാക്കിയിട്ട് രേവതി ആകെ ഷോക്ക് അടിച്ചതുപോലെയാണ് വീട്ടിലേക്ക് തിരികെ വരുന്നത്. വീടിന്റെ അവിടെ വണ്ടി നിർത്തി ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ്. സർ, ഇത് ആദ്യത്തെ പ്രഗ്നൻസി ആണോ അതോ ഇത് രണ്ടാമത്തെ പ്രഗ്നൻസി ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, സർ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഫ്രീ ആയിരിക്കും. പക്ഷെ രണ്ടാമത്തെ ഡെലിവറിക്ക് അവർക്ക് എന്താണോ ചാർജ് തരാൻ വേണ്ടി തോന്നുന്നത് അത് മാത്രമേ ഞങ്ങൾ മേടിക്കത്തുള്ളൂ. രേവതി ഇത് കേട്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി ഒരു ഡെലിവറി കേസാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. കാറിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് സച്ചിയുടെ അടുത്ത് രേവതി ചോദിക്കുന്നുണ്ട്, ഇത് ആദ്യത്തെ പ്രസവമാണോ അതോ രണ്ടാമത്തെ പ്രസവമാണോ എന്ന്. രണ്ടാമത്തെ. അപ്പോ ആദ്യത്തേത് എപ്പോഴാണ് നടന്നത്? രേവതി, അത് ആദ്യമായിരിക്കും. അതൊക്കെ പോയിട്ട് അവരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറ്റുമോ? ഇനിയിപ്പോ അവരുടെ അടുത്ത് പോയിട്ട് രേവതി ആദ്യത്തെ കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ? അതല്ല സച്ചേട്ട്, രണ്ടാമത്തെ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആദ്യം എന്തായാലും ഒരു പ്രസവം നടന്നിട്ടുണ്ടാവുമല്ലോ, അത് പിന്നെ നടക്കാതിരിക്കോ രേവതി? അല്ല രേവതി, നിനക്ക് ശരിക്കും എന്താ പറ്റിയത്? ഇപ്പൊ എനിക്ക് പകരം നീ ഇപ്പൊ ഒരു പെഗടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറിൽ ഡെലിവറി എടുക്കേണ്ടി വരും. ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി കാർ എടുത്ത് പോവാണ്. രേവതിയുടെ മനസ്സിൽ മുഴുവൻ ശ്രുതി രണ്ടാമത് കൺസീവ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതി ഒന്ന് പ്രസവിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു മൈൻഡിലാണ് ആള് ഉള്ളിലേക്കും കയറി വരുന്നത്. രേവതി ഇങ്ങനെ ആലോചിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് കാണുമ്പോ കണ്ടില്ലേ അവള് നാട് മുഴുവൻ തെണ്ടി കയറി വരുന്നത്. രേവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ രേവതി ആദ്യം കേൾക്കുന്നില്ല. പിന്നെ പെട്ടെന്ന് എന്താ അമ്മ എന്താ എപ്പോഴാ പുറത്തു പോയിട്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഞാനപ്പം പുറത്തു പോയിന്ന്, നിനക്ക് വെയിൽ കൊണ്ടിട്ട് നിന്റെ മണ്ട കാഞ്ഞു പോയോ? അല്ല അമ്മേ, ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അതുപോലെ നീ എന്റെ കാതിലും പൂ വെക്കി. ഇവിടുത്തെ ജോലികളൊക്കെ അതുപോലെ ഇട്ടിട്ടല്ലേ നീ പോയത്? വേഗം പോയിട്ട് ജോലി ചെയ്യാൻ നോക്ക്. പോകുന്നതിന് മുമ്പായിട്ട് ആ ഫാനും അതുപോലെ ടി വി ഇട്ടിട്ട് പോയെന്ന് പറയാണ്. അത് കേട്ടിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് റിമോട്ടിൽ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇവളിപ്പോ എന്താ ചെയ്യുന്നതെന്ന് നോക്കുകയാണ്. പക്ഷെ ആ ടി വി ഓൺ ആയിട്ട് അതിനകത്ത് ഒരു ഡെലിവറി സീൻ ഇങ്ങനെ കാണുന്നത് പോലെയാണ്. പെയിൻ കൊണ്ടിട്ട് അലറി വിളിക്കുന്ന സ്ത്രീയൊക്കെയാണ് രേവതി അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട് ടിവിന്റെ അരികെ പോയി ഇങ്ങനെ കണ്ടു നിൽക്കുവാണ്. രേവതി, നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, അമ്മയല്ലേ പറഞ്ഞത് ടി വി ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും റിമോട്ട് മേടിച്ചിട്ട് ടി വി അങ്ങ് ഓഫ് ചെയ്യാണ്. ചന്ദ്ര, ലോകത്താണോ? നിന്റെ അടുത്ത് ഞാൻ ചായ എടുക്കാനല്ലേ പറഞ്ഞത്? അമ്മ ടി വി ഓൺ ആക്കാനല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്? ഞാൻ നിന്റെ അടുത്ത് ടീ എടുക്കാനാ പറഞ്ഞത്. ഇല്ലമ്മേ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചെവിനകത്ത് കൊണ്ടുപോയിട്ട് എണ്ണ ഒഴുക്കി ആദ്യം പോയി നീ ചായ എടുത്തിട്ട് വായെന്ന് പറഞ്ഞ് രേവതി അവിടുന്ന് പറഞ്ഞു വിടുവാണ്. അടുക്കളയിൽ പോയിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ട് ചായ തിളച്ചിങ്ങനെ പൊന്തുന്നുണ്ടെങ്കിലും രേവതി എന്തോ ആലോചനയിലാണ്. അതേസമയം ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഞാനിതൊരിക്കലും ശ്രുതി എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ, ഇനി ശ്രുതി നമ്മുടെ ലൈഫിൽ എല്ലാം നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞ് രണ്ടുപേരും കൂടി ഉള്ളിലേക്ക് കയറി വന്നിട്ട് അമ്മയുടെ അടുത്ത് വിശേഷം പറയാണ്. അമ്മേ, ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അതിന് മാത്രം എന്താണ് സന്തോഷമുള്ള കാര്യം എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ആദ്യം സ്വീറ്റ് എടുക്കുക ആന്റി എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ശ്രുതി സ്വീറ്റ് കൊടുക്കുവാണ് ചന്ദ്രയ്ക്ക്. ചന്ദ്രയ്ക്കാണെങ്കിൽ രണ്ടുപേരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം കാണുന്നുണ്ടേ. നിങ്ങൾ രണ്ടുപേരുടെയും മുഖത്ത് നല്ല സന്തോഷം ഉണ്ടല്ലോ, അതിന് മാത്രം എന്താ സംഭവിച്ചത്? ആദ്യം അമ്മ സ്വീറ്റ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി തന്നെ എടുത്തിട്ട് ചന്ദ്രയുടെ വായിൽ വെച്ച് കൊടുക്കുവാണ്. ഇതിന് മാത്രം എന്താണ് സന്തോഷം? എന്തോ ഒരു വിശേഷം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അമ്മ അങ്ങനെ തന്നെ വെച്ചോളൂ എന്ന് ശ്രുതി പറയാണ്. ശ്രുതി, നിന്റെ മുഖം കാണുമ്പോ തന്നെ എന്തോ ഒരു വിശേഷം വരുന്നത് പോലെയുണ്ട്. കുഞ്ഞുണ്ടാവാൻ വേണ്ടി പോകുന്നുള്ള ആ വിശേഷം പറയാൻ വേണ്ടി പോവാണെന്നാണ് ചന്ദ്ര വിചാരിക്കുന്നത്. ശ്രുതി, നീ വിശേഷം അറിയിച്ചോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതിയെ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും, ഇല്ല ആന്റി, അതൊന്നുമല്ല, വേറൊരു കാര്യമാണ്. പിന്നെന്താ ഇതിന് മാത്രം സന്തോഷമുള്ള കാര്യം എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ശ്രുതി, കാര്യം പറ. സന്തോഷം നടന്നിരിക്കുന്നത് അമ്മേ എന്റെ ഷോറൂമിലാണ്. ഷോറൂമിലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴാണ്, ഇന്ന് കടയിൽ 15 ടി വി സെയിലായി ഒരു കോർപ്പറേറ്റ് കമ്പനി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓ, ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും സന്തോഷമുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞത്? അമ്മേ, അതില് എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് വന്നു എന്ന് പറയുമ്പോ വീണ്ടും ആരെങ്കിലും വിശ്വസിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുവാണോ? അങ്ങനെ ആന്റി, ഒരു പ്രശ്നമില്ല, താൻ അതെല്ലാം ചെക്ക് ചെയ്തു, അത് നല്ല കമ്പനിയാണെന്നുള്ള കാര്യം ശ്രുതി ചന്ദ്രയുടെ അടുത്ത് പറയാണ്. അമ്മേ, കടയില് ഇതുപോലെ തന്നെ മാസത്തില് 2 സെയിൽസ് വന്നാൽ തന്നെ നമുക്ക് ബിസിനസ് നന്നായിട്ട് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല കട എനിക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറയുമ്പോഴേക്കും സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട്. അതെ ആന്റി, ഇപ്പോ സുധിയുടെ കടയിൽ നല്ല ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ വീട്ടിൽ ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വേണ്ട. നീ സന്തോഷമായിട്ടുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നീ ഗർഭിണിയാണ് എന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലല്ലേ ഈ വീട്ടിലൊരു നല്ല വിശേഷമാവുള്ളൂ. നീയുടെ മുഖം വാടുന്നുണ്ട്. പക്ഷെ സുധിയാണെന്നുണ്ടെങ്കിൽ അമ്മ ആ കാര്യങ്ങളെല്ലാം നടക്കും. ബിസിനസ്സിൽ സന്തോഷം നടക്കുന്നത് പോലെ തന്നെ വീട്ടിലും സന്തോഷം വരും ഒരു ദിവസം.
ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയോ? ആ ജോത്സ്യം പറഞ്ഞില്ലേ, അയാൾ പറഞ്ഞതുപോലെ തന്നെ ആ ഷർട്ടുകൾ ഇടുന്നത് കൊണ്ടാണ് തനിക്ക് ഈ നല്ല കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് ശ്രുതി സംസാരിക്കുന്നത്. ജോത്സ്യന്റെ പവറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് ചായയുമായിട്ട് വരുന്നത്. രേവതി ആണെങ്കിൽ ശ്രുതിയെ കണ്ടിട്ട് ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ചന്ദ്ര ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ചന്ദ്രയ്ക്ക് അരികിലേക്ക് മെല്ലെ മെല്ലെ രേവതി ചെല്ലുന്നുണ്ട്. ചായ അവിടെ വെച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ട് രേവതി തിരിഞ്ഞു പോകുമ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ രേവതി സ്വീറ്റ്സ് എടുത്തോളൂ, ഇന്ന് ഞങ്ങളുടെ കടയിൽ ഭയങ്കര സെയിൽസ് നടന്നത് കൊണ്ട് അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്, എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുമ്പോഴാണ് രേവതി എടുക്കുന്നത്. അതുവരെ ശ്രുതിയെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. രേവതിക്ക് സ്വീറ്റ് കൊടുത്തിട്ട് ശ്രുതിയും റൂമിലേക്ക് പോകുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ആ കോഫി എടുത്തിട്ട് കുടിക്കുകയാണ്. ചായയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ കൊണ്ടുകൊടുത്തത് കോഫി ആയതുകൊണ്ട് തന്നെ രേവതി അങ്ങോട്ട് വിളിക്കുകയാണ്. നീ എന്താടി, നിന്റെ അടുത്ത് ഞാൻ കോഫിയിലല്ലോ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്, ചായയല്ലേ? ഞാൻ ചായ തന്നെയാണല്ലോ അമ്മ ഇട്ടത്, പിന്നെ എങ്ങനെയാടി കോഫി ആയത്? ആ സംസാരം കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ചായ തന്നെയാണ് ഇട്ടതെന്നുള്ള കാര്യം വീണ്ടും രേവതി പറയുമ്പോ എന്റെ നാക്കിന് രുചി പോയെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ശ്രുതി നീ ഇങ്ങോട്ട് വാ, എന്നിട്ട് ഇതൊന്ന് കുടിച്ചു നോക്കിയെന്ന് പറയുമ്പോ ശ്രുതി നീ പോകണ്ട, അത് അമ്മ കുടിച്ചതിന്റെ എച്ചിലല്ലേ? അതെന്താടാ, ഞാൻ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ വേണ്ടി പറ്റില്ലേ? എന്നെ എന്താ തൊടാൻ വേണ്ടി പറ്റാത്ത വല്ല ആളാണോ എന്ന് ചോദിക്കുമ്പോ അതമ്മേ വേറെ ആള് കുടിച്ചത് നമ്മൾ കുടിക്കുമ്പോൾ ഒട്ടും ഹൈജീനിക് അല്ലല്ലോ. ഓ അങ്ങനെയാണല്ലേ നീ പറഞ്ഞു വരുന്നത്? പണ്ട് വായനകത്ത് പുഴുവിനെയും പ്രാണിനെയും ഒക്കെ എടുത്തിട്ട് വന്നിട്ട് എന്റെ മുമ്പിൽ നിൽക്കുമായിരുന്നു, അപ്പോ അത് നിനക്ക് ഹൈജീനിക് ആയിട്ട് തോന്നിയിട്ടില്ല അല്ലേ? അപ്പൊ ഞാൻ കുടിച്ചത് കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് എച്ചിലായിട്ട് മാറുമല്ലേ? അങ്ങനെയൊന്നുമില്ല ആന്റി, ശ്രുതി നീ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ സ്വീറ്റ്സിന്റെ ബോക്സ് ശ്രുതിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തിട്ട് ശ്രുതി വന്നിട്ട് അത് കുടിച്ചു നോക്കുന്നുണ്ടേ. അതെ ആന്റി, ഇത് കോഫി തന്നെയാണ്. കേട്ടല്ലോടി, നിന്നോട് ടീ എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോ നീ TV ഓണാക്കി, ഇപ്പോ ടീ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് കോഫി എടുത്ത് വന്നിരിക്കുന്നു, എന്നിട്ട് ടീ ആണെന്ന് പറയുന്നു. എല്ലാം റോങ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. നിനക്ക് എന്നെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? എല്ലാം നീ വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണോ? അപ്പോഴും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അതമ്മേ ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തു പോയെന്ന്, നിന്റെ ബോധമൊക്കെ പോയോ? ഈ ഇടയ്ക്കിടയ്ക്ക് നിന്റെ വീട്ടിൽ പോകുന്നതുകൊണ്ട് അവിടെ നിന്റെ ബോധമൊക്കെ വെച്ചിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴും ശ്രുതിയെ തന്നെയാണ് ഇങ്ങനെ രേവതി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നോട്ടതൊക്കെ കണ്ടിട്ട് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, ഒരുപക്ഷെ ഇനി ഇവക്ക് വല്ല ബാധയും കയറി, ഇവളുടെ മേല് ബാധ കയറാനോ? ഇവളെ വലിയൊരു ബാധയല്ലേ? അമ്മ അറിയാതെ പറ്റിപ്പോയതാണ്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് രേവതി പറയുമ്പോ എനിക്ക് ഇനി നീ ഒന്നും ഉണ്ടാക്കി കൊണ്ടുവരണ്ട, ഈ കോഫി മേടിച്ചിട്ട് കൊണ്ടുപോയിട്ട് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പോവാണേ. അങ്ങനെ രേവതി ഇങ്ങനെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രീകാന്തും വർഷയും രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. അവരുടെ ശബ്ദം കേട്ടിട്ട് രേവതി പുറത്തേക്ക് വരുമ്പോ വർഷ ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ചേച്ചി ഉടനെ തന്നെ എന്നെ ഫോൺ ചെയ്ത് പറയുന്നതാണല്ലോ, എന്നിട്ട് ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് എന്താ വിളിച്ച് പറയാണ്ടിരുന്നെന്ന് ചോദിക്കുമ്പോ എന്ത് കാര്യം, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നതൊക്കെ രേവതി ചോദിക്കുകയാണ്. സച്ചേട്ടന്റെ കാര്യം തന്നെ. സച്ചേട്ടൻ എന്ത് ചെയ്തു എന്ന് രേവതി ചോദിക്കുമ്പോ അതേ ചേച്ചി, സച്ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. സച്ചേട്ടൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല ശ്രീകാന്തെ, അതിന് മാത്രം സച്ചി എന്താ ചെയ്തത്? സച്ചേട്ടൻ വലിയൊരു കാര്യം തന്നെയാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത്. അവൻ എന്ത് കാര്യം ചെയ്യാനാണ്? വല്ലവനെടുത്ത് അടി ഉണ്ടാക്കി വരും, അല്ലാണ്ട് എന്താ? ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം അറിയാതെ ചന്ദ്ര നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് പറയല്ല. അല്ലെങ്കിലും അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് അച്ഛ. അവനല്ലെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും സയന്റിഫിക് കണ്ടുപിടുത്തം നടത്തുമോ? എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും? അല്ല നീ എന്താ ഓരോ മാസവും ഓരോരോ കണ്ടുപിടുത്തം ചെയ്തിട്ട് അവാർഡ് മേടിച്ചോണ്ടിരിക്കുന്ന ആളാണോ എന്ന് ചോദിക്കാണ് കേട്ടോ രവി തിരിച്ച് സുധീയുടെ അടുത്ത്. കാര്യം പോലും അറിയുന്നതിന് മുമ്പ് നീ എന്തിനാ അവനെങ്ങനെ മട്ടം തട്ടി സംസാരിക്കുന്നത്? ചുമ്മാ ഇരിക്കട എന്ന് പറഞ്ഞുകൊണ്ട് സുധീയുടെ വായ അടപ്പിക്കുകയാണ് രവീന്ദ്രൻ. ശ്രീകാന്തെ, നീ കാര്യം എന്താന്ന് വെച്ചാൽ പറയടാ. ഇന്ന് സച്ചേട്ടനാണ് ട്രെൻഡിങ്ങിലുള്ളത്. സച്ചേട്ടൻ എന്ത് കാര്യം ചെയ്തെന്നുള്ള കാര്യം അറിയോന്ന് പറയുമ്പോഴേ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് മാലയൊക്കെ ഇട്ടിട്ട് സച്ചി അങ്ങോട്ടേക്ക് വരുവാണ്. രേവതി ഇത് നോക്കി എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും സച്ചി നീ എന്താടാ മാലയൊക്കെ ഇട്ടിട്ടെന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണ്. കടയിൽ ചിലപ്പോൾ മാല സെയിലായിട്ടുണ്ടാവില്ല, അതാണ് എടുത്ത് കഴുത്തിലിട്ട് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കടയിലെ വ്യാപാരം നല്ല ടോപ്പ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഗ്യാപ്പ് കിട്ടിയിട്ട് അവളെ ഒന്ന് കുറച്ച് സംസാരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കല്ലേ നിങ്ങള്? സച്ചിയേട്ടൻ ഇങ്ങോട്ട് വന്നേ, എന്താ സച്ചിയുടെ മാലയൊക്കെ ഇട്ട് വന്നിരിക്കുന്നതെന്ന് സച്ചി അങ്ങ് മാറ്റി നിർത്തിയിട്ട് രേവതി ചോദിക്കുമ്പോ ഇത് വിക്ടറിയുടെ മാലയാണ്, ആദ്യം ഇത് കഴിക്കുക പറഞ്ഞിട്ട് രേവതിയെ കൊണ്ട് സ്വീറ്റ് കഴിപ്പിക്കുകയാണ്. അച്ഛനും എടുത്തോളൂ, സ്വീറ്റ് ഒക്കെ കഴിക്കാൻ മാത്രം എന്താണ് അതിന് മാത്രം വലിയ കാര്യം? നീയും വർഷം എടുത്തിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ കയ്യിലേക്ക് അത് കൊടുക്കുവാണ്. തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ മാല ഊരി വെക്കുകയാണ്. ഇതിന്റെ സന്തോഷ വാർത്ത എന്താന്നുള്ള കാര്യം എനിക്കറിയാവുന്ന വർഷ അതിന്റെ ഇടയ്ക്ക് പറയുന്ന കേൾക്കുമ്പോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കണ്ടോ ഇത്? ഓ, അപ്പോഴേക്കും അത് അപ്ലോഡ് ചെയ്തോ? ഇപ്പോഴത്തെ കാലത്ത് എന്ത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഉടനെ തന്നെ വീഡിയോ പിടിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. സച്ചേട്ടൻ ചെയ്തിരിക്കുന്ന വിഷയം അങ്ങനത്തെ അല്ലേന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ എന്ത് കാര്യം ചെയ്തതെന്ന് രവി ചോദിക്കുകയാണ്. അച്ഛാ, അത് കാര്യം എന്താന്ന് ഞാൻ പറയാം. രേവതി, നിന്റെ അടുത്ത് ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നോ ഒരു ഡെലിവറി ആകാൻ വേണ്ടി പോകുന്ന ഒരു സ്ത്രീയുടെ
ട്രിപ്പ് വന്നു എന്നുള്ള കാര്യം അതേന്ന് രേവതി പറയുമ്പോഴേക്കും ഇടയിൽ കയറിയിട്ട് ശ്രുതി, അമ്മേ ഇവനെന്താ ഡോക്ടറാണോ ഡെലിവറി കേസൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? എടാ ചിരി വരുന്നില്ലടാ, നീ ഒരു കാര്യം ചെയ്യാം, മൂലയിലെങ്ങാനും പോയിരുന്നിട്ട് വേറെ എന്തെങ്കിലും ആലോചിക്കുക എന്ന് പറഞ്ഞു ശ്രുതിയുടെ വായടപ്പിക്കാണ് സച്ചി. ശ്രുതി നീയൊന്നും മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യം ശ്രുതിയും പറയുന്നുണ്ട്. ഇനിയെങ്കിലും വിഷയം എന്താന്ന് വെച്ചാൽ പറയുന്നത് രവി പറയുന്ന സമയത്ത്, അച്ഛാ ഞാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാതി വഴിയിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എന്റെ കാറിൽ ഡെലിവറി നടന്നു. എന്താ നിങ്ങൾ കാറ് ശരിക്കും ഓടിച്ചില്ല എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും, അല്ലെങ്കിലും ഇവൻ എവിടെയാണ് കാറൊക്കെ മര്യാദയ്ക്ക് ഓടിക്കാൻ വേണ്ടി അറിയുന്നത്? എന്താ പോലീസ് കേസ് ആയോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാ രണ്ട് കേടികളും കറക്റ്റ് ആയിട്ട് എല്ലാം മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുന്നത്? അതൊക്കെ നിർത്ത്, നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ സച്ചി എന്ന് രവീന്ദ്രൻ വീണ്ടും പറയാണ്. കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് വേദന കൂടുതലായി, എന്തായാലും ഹോസ്പിറ്റൽ വരെ എത്തില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് മാർക്കറ്റിന്റെ അവിടെ എനിക്കറിയുന്ന ഒരു ചേച്ചിയുണ്ട്. ഡെലിവറി പെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ നീ മാർക്കറ്റിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയുന്ന ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ആ ചേച്ചീനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ചേച്ചിയാണെങ്കിൽ മൊത്തം കവറ് ഫുള്ള് തുണി കൊണ്ട് ചുറ്റി എന്നതിന് ശേഷം ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പോഴേക്കും വെച്ചാൽ എന്റെ വല്ലാതെ ഇടിക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് പറയും. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞങ്ങളുടെ മിടിപ്പാട് കൂടുന്നത്, ബാക്കി എന്താ നടന്നെന്നുള്ള കാര്യം പറയാൻ വർഷ പറയാണ്. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നോർമൽ ഡെലിവറി നടന്നു. ഓ അതിനു വേണ്ടിയിട്ടാണ് അത് സ്വീറ്റ് തന്നത്. അത് കഴിഞ്ഞിട്ട് സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കുന്നത്, കാറിനുള്ളിൽ നിന്ന് കുഞ്ഞിന്റെ ശബ്ദം ഞാൻ കേട്ടു. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ എല്ലാം നല്ലപോലെ തന്നെ നടന്നു, ഒരു പെൺകൊച്ചാണ്. കുഞ്ഞു പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോഴേക്ക് രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ നോക്കുന്നുണ്ട്. അച്ഛാ ആ കുഞ്ഞിന്റെ അമ്മയുണ്ടല്ലോ ആദ്യം തന്നെ കുഞ്ഞിനെ എടുത്തിട്ട് എന്റെ കയ്യിലേക്ക് കൊണ്ടു തന്നു എടുക്കാൻ വേണ്ടിയിട്ട്. ഞാന് ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തു എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അച്ഛാ ആ കുഞ്ഞിനെ കാണാൻ. രേവതി ആ കുഞ്ഞുണ്ടല്ലോ എന്റെ കയ്യിലിരുന്നു കൊണ്ട് മെല്ലെ മെല്ലെ കണ്ണിങ്ങനെ തുറന്നു നോക്കി. കുഞ്ഞ് കയ്യിലിരുന്ന സമയത്ത് എന്തുപോലെ എനിക്ക് ഫീൽ ചെയ്തെന്നുള്ള കാര്യം രേവതി നിനക്കറിയോ? നീ കെട്ടുന്ന പൂവില്ലേ അതുപോലെ ആ കുഞ്ഞിനെ ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് അതിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ആ പാലിന്റെ ഒരു മണം ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് അറിയാതെ എന്റെ കണ്ണൊക്കെ കറങ്ങിപ്പോയി രേവതി. സച്ചി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ശ്രീകാന്തും പറയുന്നുണ്ട് ഇത് തന്നെയാണ് അച്ഛൻ ഞങ്ങളും പറയാൻ വേണ്ടി വന്നത്. തുടർന്ന് വർഷയും പറയുന്നുണ്ട് സച്ചിയേട്ടൻ ചെയ്ത ഈ കാര്യം ആരോ സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ സച്ചിയേട്ടൻ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട രവി, നല്ല കാര്യം തന്നെയാണ് സച്ചി നീ ചെയ്തത്, എല്ലാവരും നിന്നെ അഭിനന്ദിക്കുന്നു, അതിന്റെ കൂടെ ഞാനും നിന്നെ അഭിനന്ദിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് നീ എന്താണ് നിന്റെ ഇഷ്ടത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആ പെണ്ണിന് എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംഭവിച്ചിരുന്നെങ്കിലോ പോലീസ് നിന്നെ ആയിരുന്നു പിടിക്കുക. എടാ ശ്രുതി നിന്റെ വായിൽ ഒരിക്കലും നല്ലതൊന്നും വരില്ലേ? തുടർന്ന് വർഷയും പറയുന്നുണ്ട് സുധിയേട്ട എത്ര വലിയ കാര്യമാണ് സച്ചിയേട്ടൻ ചെയ്തിരിക്കുന്നത്, അത് നല്ല രീതിയിൽ നോക്കാതെ എന്തിനാണ് എപ്പോഴും നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ട് ശ്രീകാന്തും പറയുന്നുണ്ട് എപ്പോഴെങ്കിലും സുധിയേട്ടൻ എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? സച്ചി നീ ചെയ്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ്, എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. നീ അമ്മയും കുഞ്ഞിനെയും രക്ഷിച്ചു, അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ പുണ്യം നിനക്ക് വന്ന് ചേരുന്നു പറയുമ്പോ വന്ന് ചേരട്ടെ അച്ഛൻ. രേവതി ഞാൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തു വന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ചോദിക്കുമ്പോ എനിക്കും വളരെയധികം സന്തോഷം തന്നെയാണ് രവിയേട്ട എന്ന് പറയാണ്. അതിനിടയ്ക്ക് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നാട്ടിലും വിശേഷം നടക്കുന്നു, കാറിലും വിശേഷം നടക്കുന്നു. എന്നാ നമ്മുടെ വീട്ടിലാണ് ഒന്നും നടക്കാത്തത്, ഇവിടെ ഒരു കുഞ്ഞു പിറക്കുന്നില്ലല്ലോ. അതിനെന്താ ഇപ്പോ സച്ചി ആ കുഞ്ഞിനെ എടുത്ത ആ നിമിഷം ഉണ്ടല്ലോ, അത് ആ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ നല്ലത് നടക്കാനുള്ള ഒരു സൂചന വന്നു. ഉടനെ തന്നെ 3 മക്കളില് ആരെങ്കിലും ഒരാള് വിശേഷം അറിയിക്കും. അത് കേട്ട ഉടനെ രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയാണ് കേട്ടോ ഇങ്ങനെ നോക്കുന്നത്. അതുവരെ നീ ഒന്നും മിണ്ടാതിരിക്കും ചത്രേ, ഞാൻ എന്തായാലും ഒന്ന് പുറത്തു പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് ഇറങ്ങുമ്പോ അച്ഛൻ ഞാൻ അച്ഛനെ കാറിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും പുറകെ തന്നെ പോവാണ്.